ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. അപ്പോൾ ഇന്ന് എന്താ ഞാൻ നിങ്ങളോട് പറയാൻ വന്നതെന്ന് വെച്ചാൽ, എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷം പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്, ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നത്, അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷം ഞാൻ 2 വർഷം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 2015 ജോയിൻ ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ എക്സാം എഴുതാൻ പറ്റിയത് 2017 LGS ആണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് 1043ാമത്തെ റാങ്കാണ് അതിൽ കിട്ടിയിരുന്നതെന്ന്. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല മീൻസ് ആ ഒരു സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും, കാരണം അത് 1043ാമത്തെ റാങ്കല്ലേ, അപ്പോൾ കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വീണ്ടും പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ് 2019 LGS അപ്ലൈ ചെയ്തു. 2020 പ്രിലിംസും 2021 മെയിൻസും, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് എഴുതി. അതിൽ 576ാമത്തെ റാങ്കാണ് എനിക്ക്. അതും ഒരു കുട്ടി ചോദിച്ചതായിരുന്നു എനിക്ക് എത്രാമത്തെ റാങ്കാണെന്നുള്ളത്. 576ാമത്തെ റാങ്കാണ്. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ. പിന്നെ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ആ 2019 സമയത്തൊക്കെ എനിക്ക് ലെറ്റൂസ് എഡ്യൂ ടിപ്സും ആസ്ത അക്കാഡമി, പിന്നെ അതുപോലെ തന്നെ എൻട്രി ആപ്പിലെ ഉണ്ണിസാറുടെ ക്ലാസ്, ട്രിക്ടൺ, PSC ചാലഞ്ചർ, അതൊക്കെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ സോഴ്സ്. പിന്നെ റാങ്ക് ഫയൽ, പിന്നെ PYQ മസ്റ്റാണ്. ഞാൻ PYQ ചെയ്ത് പഠിച്ചിരുന്നു. ഒരു 30 എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് PYQ. പക്ഷേ എന്നാലും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 15-16 എണ്ണമൊക്കെ തന്നെ ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ പഠന രീതി. പിന്നെ PYQ പഠിക്കും, റാങ്ക് ഫയൽ പഠിക്കും. റാങ്ക് ഫയൽ ഞാൻ ഒഴിവാക്കാറ്, കാരണം എനിക്ക് ഒരുപാട് നേരം ഫോണിൽ നിന്ന് നോക്കിയിരിക്കാനോ അതൊന്നും പറ്റില്ല. എനിക്ക് തലവേദന എടുക്കുന്ന നേരം കൊണ്ട് ഞാൻ റാങ്ക് ഫയലാണ് അധികവും ഞാൻ ഉപയോഗിച്ചിരുന്നത്. റാങ്ക് ഫയലാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലവർ അങ്ങനെ റാങ്ക് ഫയൽ യൂസ് ചെയ്യാറില്ല, അവർ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷേ എനിക്ക് റാങ്ക് ഫയൽ അത് എനിക്ക് മസ്റ്റായിരുന്നു, കാരണം അത് നോക്കി പഠിച്ചാലാണ് എനിക്ക് ആ പഠിച്ചൊരു ഫീൽ എനിക്ക് തോന്നാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികവും റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ഒരു ദിവസം ഇത്ര ടോപ്പിക് എടുക്കും, ഓരോ ടോപ്പിക്കിലായാലും ഇത്ര പേജ്, അങ്ങനെ വെച്ച് ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനും പറ്റിയിരുന്നില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് അത്രയും ഞാനത് നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം കുറേ സമയം ചിലപ്പോൾ 6 മണിക്കൂർ 7 മണിക്കൂർ അങ്ങനെയൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒട്ടും എനിക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു മോനുണ്ട്. അപ്പോൾ അവന് ഡെലിവറി കഴിഞ്ഞിരുന്ന സമയമാണ് 2019 ആ ഒരു സമയം. ഡിസംബറിലൊക്കെ ലാസ്റ്റ് ആയിരുന്നു ഡെലിവറി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ആ സമയത്തൊന്നും അധികം പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ, കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ 2019 ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലം കൂടിയാണ് എനിക്ക് 2019 LGSൽ എനിക്ക് കിട്ടിയത്. കാരണം അപ്പം നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഓർമ്മകൾ നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ അല്ലാണ്ട് 2019 നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു എന്നും അങ്ങനെയൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങനെ പഠിക്കാൻ എനിക്ക് പറ്റിയിരുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അത്. അതുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം ഞാൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം പിന്നെ ഫുള്ളായിട്ട് പഠനം നിർത്തി. ഇപ്പോൾ കുറച്ചായിട്ട്, ഈ ഒരു വർഷമായിട്ട് ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ VFA വരുന്നുണ്ട്, കമ്പനി ബോർഡ്, LGS, ബെവ്കോ, അതൊക്കെ നമുക്ക് നേടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ പഠനം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ഫലം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും. നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനൊരു മടിയും വിചാരിക്കരുത്. പഠിച്ചിട്ട് ഇനി ജോലി കിട്ടുമോ കിട്ടില്ലേ, ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടാവും. അതെല്ലാം അതിജീവിച്ചിട്ടാണ് ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കുറേ വർഷമായില്ലേ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയും ജോലിയായില്ലേ എന്ന് എന്നെ അറിയുന്നവർ, ഞാൻ ക്ലാസ്സിന് പോകുന്ന അറിയുന്നവരെല്ലാവരും എന്നോടും ചോദിച്ചൊരു ചോദ്യമാണ്. അതിലൊക്കെ എനിക്കപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ ഗവൺമെൻറ് ജോലിക്കായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.